ഷൈ സിമ്പിൾ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയൊരു എപ്പിസോഡാണ്. ഇതിനകത്ത് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ കുറച്ച് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഇത് ഉള്ളി വഴറ്റിയാണ്. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അരിഞ്ഞ് വഴറ്റി വെച്ചതാണ്. ഈ ഉള്ളി സവാള വഴറ്റുന്നതിനകത്ത് കുറച്ച് അതിനകത്തോട്ട് ചേർക്കും നമ്മൾ. ഇത് ചിക്കനാണ്, ചിക്കൻ പൊടിച്ചതാണ്. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടിട്ട് വേവിച്ച് പൊടിച്ച് വെച്ച ചിക്കനാണ്. ഇത് കുറച്ച് പൊട്ടറ്റോ നമ്മൾ പുഴുങ്ങിയിട്ട് തൊലി കളയുകയാണ്. അതുപോലെ തന്നെ ഉള്ളി വീണ്ടും വേണമെന്നുണ്ടെങ്കിലെന്ന് വെച്ചാൽ നമ്മൾ പൊളിച്ച് ചെറുതായിട്ട് അരിഞ്ഞ് ഇതാണ് ചോപ്പറിനകത്തിട്ട് കുഞ്ഞതാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഓരോരോ പരിപാടികൾ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് മുട്ടയുടെ മഞ്ഞയും വെള്ളയും നമ്മൾ മാറ്റി ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. ചിക്കൻ നമ്മൾ പൊടിച്ചത് ചോപ്പറിനകത്ത് പൊടിച്ചതെല്ലാം കൂടെ മിക്സ് ചെയ്യുകയാണ്. ഇതൊക്കെ ഒരു രസം. ഇതെല്ലാം കൂടെ ചെയ്ത് എല്ലാവരും കൂടി ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കഴിക്കാനുള്ള കട്ട്ലേറ്റ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കുമായിരുന്നേ. അല്ലാതെ ഇത് ആർക്കും ഉണ്ടാക്കി കൊടുക്കുമെന്നില്ല. ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് വേണ്ട കട്ട്ലേറ്റെല്ലാം ഉണ്ടാക്കുകയാണേ. അപ്പം ഞങ്ങൾ ഒരു പാത്രത്തിനകത്തോട്ട് അതെടുത്ത് എത്ര വേണമെന്നോട്ട് ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ആ ഉരുളിക്കകത്തോട്ടിട്ട് മിക്സ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നത്. അപ്പം എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുമ്പോൾ ഇതൊക്കെ രസമാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതൊന്ന് ഗ്ലൗസ് ഇടാതാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അങ്ങനൊന്നും നിങ്ങൾ ചിന്തിക്കല്ലേ. നമുക്കെല്ലാം കഴിക്കാനുള്ളതല്ലേ. നമ്മൾ എന്ത് ചെയ്താലും ആർക്ക് എന്ത് ചെയ്താലും നമ്മൾ നല്ല വൃത്തിയോടെ ചെയ്യത്തുള്ളൂ. നന്നായി കൈ കഴുകിയിട്ട് നമ്മളെല്ലാം ചെയ്യുന്നത്. ആക്ച്വലി ഗ്ലൗസ് ഇടാൻ നല്ല ചൂടാണേ. അപ്പം നല്ല ചൂടാകുമ്പോൾ അതിനകത്തോട്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാകും. ആ വിഷത്തിൻ്റെ അതും കൂടെ നമ്മുടെ വയറ്റിൽ പോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഗ്ലൗസ് ഇടാഞ്ഞത്. നമ്മൾ കൈ കൊണ്ട് തന്നെ നമ്മൾ നല്ല എല്ലാവരും നിങ്ങൾ കൈ കൊണ്ട് ചെയ്യുന്ന കാണുമ്പോൾ ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യില്ല. നല്ല നീറ്റായിട്ട് കൈ കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്ത് ഇനി നമുക്കിത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആക്കണം. അതാണ് ഞങ്ങളുടെ അടുത്ത ടാർഗറ്റ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ചെയ്യുകയാണ്. ഞങ്ങൾ പൊടിച്ചത് മിക്സ് ചെയ്ത് എല്ലാം നല്ല ചൂടാണ്. ആക്ച്വലി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആവി പറക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞങ്ങളത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് കൈക്ക് നല്ല ചൂടായിരുന്നു. അപ്പം ആക്ച്വലി ഇത് എത്ര കട്ട്ലേറ്റ് ഉള്ളതെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാവോ? 1675 കട്ട്ലേറ്റ്സ് ആണ്. 1675 കട്ട്ലേറ്റ് ഞങ്ങളുണ്ടാക്കി. ഒരു ബിഗ് സക്സസ് ആയിരുന്നു കേട്ടോ. റിയലി അത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു ഹാറ്റ്സ് ഓഫ് ആണ്. ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഞങ്ങളെ കൊണ്ട് ഇത്രയും പറ്റുമെന്ന്. അപ്പം ഇപ്പം എല്ലാവരും അത് ഉരുട്ടുകയാണ്. അത് ആ കട്ട്ലേറ്റിൻ്റെ ഞങ്ങൾ ഓവൽ ഷേപ്പിലാണ് ഉണ്ടാക്കിയത്. എല്ലാവരും അത് ചെയ്യുകയാണ്. ആക്ച്വലി നല്ല രസമാണ്. മേശയുടെ ചുറ്റും ഇരുന്ന് ഞങ്ങളുടെ പല കഥകൾ പറഞ്ഞ് ഞങ്ങളെ ശരിക്കും ഒരു കൂട്ടായ്മയായിരുന്നേ. ഞങ്ങൾക്ക് ഭയങ്കര എൻജോയ് ചെയ്ത ഇത് ഞങ്ങൾക്ക് വർഷത്തിൽ 1-2 ഒക്കെ പ്രാവശ്യം കിട്ടുന്ന ഒരു അവസരമാണ്. ഞങ്ങളുടെ ഒരു ലേഡീസിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇത് മാത്രമല്ല കേട്ടോ, പല ഫുഡുകളും ഉണ്ട്. അത് പല വീട്ടിലും പല ആൾക്കാരും പല ഫുഡും ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇത്രയും വലിയൊരു ഹ്യൂജ് തിങ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇത് കാണിച്ചെന്നൊന്ന് മാത്രം. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ചിരിക്കുകയും കഥകൾ പറയുകയൊക്കെ ചെയ്യുകയാണ്. ഇതെല്ലാം ലാലിമാമ്മയുടെ വീട്ടിലാണ് ചെയ്യുന്നത്. അവിടുത്തെ ഒരു ചേച്ചിയുണ്ട്, ബാസുര എന്ന് പറയുന്ന ചേച്ചിയുണ്ട്. ചേച്ചിയുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അമ്മാമ്മ അത് ഞങ്ങൾക്ക് വേണ്ടി ആ വീടൊക്കെ ഓപ്പൺ ചെയ്ത് തന്നു. ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു കേട്ടോ. കുറച്ച് പേര് മുട്ടയ്ക്കകത്ത് മുക്കുന്നു, കുറച്ച് പേര് ഉരുട്ടുന്നു, കുറച്ച് പേര് ബ്രെഡിൻ്റെ പൊടിക്കകത്ത് മുക്കുന്നു. അടിപൊളിയായിരുന്നു. ടേസ്റ്റ് ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റായിരുന്നേ. അങ്ങനെ കുറച്ച് പേര് കണ്ടോ മുട്ടയ്ക്കകത്തോട്ട് മുക്കി തരുന്നു, അടുത്ത ആളത് ബ്രെഡ് പൊടി പിടിക്കുന്നു. അങ്ങനെ ഓരോ നല്ല രസമായിരുന്നു. ഞങ്ങളുടെ ഓരോ പരിപാടികൾ ഇങ്ങനെ ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ എടുത്ത് ഉരുട്ടി വെച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഫെഡപ്പൊക്കെ ആയി കേട്ടോ. പക്ഷെ ഞങ്ങൾ എന്തായാലും ഇറങ്ങി ഇനി കുളിച്ച് കയറുക എന്നുള്ള ഒരു തീരുമാനമായിരുന്നു ഞങ്ങൾക്ക്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, കാപ്പി കുടിക്കുന്നുണ്ട്, നല്ല ചോറ് കഴിക്കുന്നുണ്ട്, മീൻകറി, തോരന്, മോര്, സാമ്പാർ ഇതെല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നല്ല കാപ്പിയും പഴംപൊരിയും ഉപ്പേരിയും ഡയമണ്ട് കട്ട്സും ഇതെല്ലാം എൻ്റെ കൂടെ പോകുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഓരോ പാക്കറ്റാക്കി ഞങ്ങൾ ഇട്ട് വെച്ചേക്കണം. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊരു ചെറിയ പേപ്പർ കാണുന്നുണ്ടല്ലോ, അതെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ എണ്ണം തെറ്റായിരിക്കും. ഞങ്ങൾ ഓരോ ചെറിയ ചെറിയ പാത്രത്തിനാക്കിയിട്ട് ഞങ്ങൾ നമ്പർ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഒരു പാത്രത്തിൽ എത്ര എണ്ണം കൊണ്ടല്ലേ നമുക്ക് കണക്കില്ലാതെ പോകത്തില്ലേ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയവരെ എല്ലാം വീട്ടിൽ നമ്മൾ ഇതിലെ കുറച്ചെടുത്തുകൊണ്ട് പോകും ബോക്സ്. എന്നിട്ട് നമ്മൾ വറുത്ത് ആ ഫംഗ്ഷന് നമ്മൾ കൊണ്ടുവരിക. അപ്പം പലരായിട്ട് ഡിവൈഡ് ചെയ്ത് ഞങ്ങളിതിൽ ഞാനും കുറച്ച് കൊണ്ടുവന്നു, ഞാനും എൻ്റെ വീട്ടിൽ കുറച്ച് കൊണ്ടുവന്ന് വറുത്തു. അങ്ങനെ എല്ലാവരും കൊണ്ടുപോകുമായിരുന്നേ. അപ്പോൾ സ്തോത്രം. നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഒരു 1500 കട്ട്ലറ്റിന് വേണ്ടി കഷ്ടപ്പെട്ട് ഇത്രയും പേർ അധ്വാനിച്ച് അതിൻ്റെ പുറകിൽ ഇനിയും ഒരാൾ സഹായിക്കാൻ ഒരു സഹായം കൂടി അധ്വാനിച്ച് അപ്പോൾ നമുക്ക് ടെൻഷനായിരുന്നു, അയ്യോ 1500 ആവുമോ. ഏതൊരു സ്തോത്രം. നമ്മൾ ഉദ്ദേശിച്ചാലും 10 അധികം നമുക്ക് കിട്ടിയതേ ഉള്ളൂ അല്ലേ? അതെ അല്ലേ? 1675. നിങ്ങൾക്ക് ഇതിന് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ആക്ച്വലി പ്രതീക്ഷിച്ചോ ഇത്രയും കട്ട്ലേറ്റ് കിട്ടുമെന്നുള്ളത്? ഒരിക്കലും പ്രതീക്ഷിച്ചു അല്ല. നമുക്ക് ക്വാണ്ടിറ്റി വെച്ച് കിട്ടണം, പക്ഷെ നമ്മൾ ഉണ്ടാക്കി വന്നപ്പോ അതെ അങ്ങനെ വന്നപ്പോ നമുക്കൊരു ഡൗട്ട് കിട്ടുമോ ഇല്ല. ആദ്യം ഒരു ടെൻഷൻ അടിച്ചു. പല കാര്യങ്ങളും നോക്കണമായിരുന്നു, ക്വാളിറ്റി ക്വാണ്ടിറ്റി. യെസ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ബാസുര ചേച്ചി അല്ലേ? ബാസുര ചേച്ചി ഇത്രയും കട്ട്ലേറ്റിന്റെ പുറകിൽ ഇതെല്ലാം വഴട്ടിയൊക്കെ എടുത്തത് എങ്ങനെയാ? ബാസുര ചേച്ചി പറയൂ, എങ്ങനെയാ? എപ്പോ ആരംഭിച്ചു? ഇന്നലെ രാത്രി ഉള്ളി അരിയാൻ ഇന്നലെ രാത്രി ആരംഭിച്ചു. അത് കഴിഞ്ഞ് രാവിലെ വഴറ്റി. ബാസുര ചേച്ചി ഉറങ്ങിയോ? ആക്ച്വലി ഞാൻ ബ്രെഡ് പൊടിച്ചു. അത് ഇന്നലെ ബ്രെഡെല്ലാം പൊടിച്ചു വെച്ചു. നമ്മൾ ഇത്രയും പേര് കൂടി ജ്യോതി വന്ന് വേണ്ട മുട്ട മുഴുവൻ ഇതല്ലാതെ കുറെ പേരും കൂടെ നമുക്ക് ചിക്കൻ പുഴുങ്ങി ഒത്തിരി പേര് ചിക്കൻ നമുക്ക് പുഴുങ്ങി നമുക്ക് ഇവിടെ ഉള്ളി പൊളിച്ചു കൊണ്ട് എല്ലാവരും കൂടി ഉത്സാഹമായിട്ടൊക്കെ പിടിച്ചു. അത്ര അതാണ് നമുക്ക് ക്ഷീണം വരാതെ നമുക്ക് അതാത് സമയത്ത് നമുക്ക് പിന്നെ ഫുഡാണേലും സ്നാക്ക് ആണേലും ഉച്ചക്ക് നല്ല സൂപ്പർ ഒരു പ്രത്യേക നന്ദി ലാലിമാമയോടുള്ളത് അറിയിക്കുന്നു. തന്നെയല്ല, ലാലിമാമയുടെ ഈ ചുറുചുറുക്കും ഈ ഒരു എന്താ പറയുന്നത് ഈ ഒരു മോട്ടിവേഷന് ഞങ്ങൾക്ക് വരുന്ന കാലത്ത് ഞങ്ങൾക്ക് അതൊരു ഭയങ്കര ഒരു ഇതാണ്. താങ്ക് യു അമ്മമ്മ. ദൈവം ഒരുപാട് അനുഗ്രഹിക്കും. അമ്മമ്മേ, നമ്മള് നാളെ എന്തൊക്കെയാണ് നമ്മള് അവിടെ നമ്മുടെ സാധനങ്ങൾ എന്തൊക്കെ ഉണ്ടാവും നാളെ? കൊണ്ടുപോകേണ്ടത് ഈ 1500 കട്ട്ലറ്റും 1675 കട്ട്ലറ്റും 100 കഷ്ണം മീനിന്റെ കറിയുമാണ് ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകേണ്ടത്. അല്ല, പിന്നെ ഇവിടെ ഉപ്പേരിയും എന്തൊക്കെയോ ഇല്ലയോ? അച്ചപ്പം നമ്മളൊരു 35 പാക്കറ്റ് അച്ചപ്പം, അതുപോലെ ഡയമണ്ട് കട്ട്സ് ഒരു 25 പാക്കറ്റ് ഡയമണ്ട് കട്ട്സ്, ഒരു 25 പാക്കറ്റ് ഉപ്പേരി ഇവിടെ വറുത്തത്, ഇതെല്ലാം റെഡിയാണ്. അതുപോലെ തന്നെ ഈ കൂട്ടത്തിലുള്ള പലരും നാളെ രാവിലെ എഴുന്നേറ്റ് സമ്മന്തി ഉണ്ടാക്കണം, മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം, മുട്ട ഉണ്ടാക്കണം, തോരൻ ഉണ്ടാക്കണം. ഇവര് മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഉള്ള വേറെ ആൾക്കാരും നാളെ രാവിലെ വെളുപ്പനെ എഴുന്നേറ്റ് ഇതെല്ലാം ചെയ്യണം അല്ലേ? കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യണം. അല്ല, നമ്മുടെ കൗണ്ടറിലുള്ള സാധനങ്ങൾ ഊണ്, പൊതിച്ചോറ്, ഞാൻ അതിനാണ് ഏറ്റവും കാത്തിരിക്കുന്നത്. കപ്പ പുഴുങ്ങിയത്, ഓ സൂപ്പർ, മീൻ തോരൻ, നല്ല സമ്മന്തി, അച്ചപ്പം, ഉണ്ണിയപ്പം, ഏത്തക്കാപ്പം. ഓ അടിപൊളിയായിരിക്കും ഇല്ലേ? എന്തായാലും നമുക്ക് ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ദൈവം തമ്പുരാനാണ് ശരിക്കും അല്ലേ? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എല്ലാവർക്കും ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു ഇടയ്ക്ക് വന്നപ്പം. എന്തോ ആയി തീരുവെന്നോർത്തുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ക്ഷീണം ഉണ്ടായിരുന്നു, ശാരീരികമായിട്ടുള്ള ക്ഷീണം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം തമ്പുരാൻ നമ്മളെ കരുതി നമ്മൾ ഈ കലത്തിലെ മാവ് കുറയുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ്. നമ്മളത് പിടിച്ച് കട്ട്ലേറ്റ് പിടിച്ച് ഇടുന്നതും തോറും അതിങ്ങനെ കൂടി വരുമായിരുന്നു അല്ലേ? എന്തായാലും 1675 കട്ട്ലേറ്റ് ഇത്രയും നല്ല അടിപൊളിയായിട്ട് ചെയ്ത് നിങ്ങളെ എല്ലാം ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഇല്ലാത്ത പലരും ഉണ്ട്, ഞങ്ങൾക്ക് ചിക്കൻ പുഴുങ്ങി തന്നു, പൊടിച്ച് തന്ന പലരും ഉണ്ട്, അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തായാലും മേരിക്കുട്ടിയാണ്ടി ഞങ്ങൾ മിസ് ചെയ്യുന്നു. അതെ, എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു.
മുട്ട എല്ലാം മുട്ട റെഡിയാക്കി തന്നവരെയും ചിക്കൻ പൊടിച്ച് തന്നവരെയും ഉള്ളി ഒളിച്ച് തന്നവരെയും എല്ലാം, എസ്പെഷ്യലി ഞങ്ങളുടെ ഭാസുര ചേച്ചി താങ്ക് യു സോ മച്ച്. ദൈവം അനുഗ്രഹിക്കട്ടെ, ചേച്ചിയുടെ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇതോടുകൂടി ഇരിക്കുന്നു. ബാക്കി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. താങ്ക് യു. അങ്ങനെ നമ്മൾ എടുത്തു വെച്ച ഇതെല്ലാം ഫ്രൈ ചെയ്യാനെല്ലാം ഇട്ടു. അത് മൂത്ത് വന്ന് തുടങ്ങി. കണ്ടോ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി. അപ്പോൾ നമുക്കിത് എടുക്കണം. എടുത്തിട്ട് അടുത്ത സെറ്റ് ഇടണം. ഞാൻ മാത്രമല്ല, പല വീടുകളിലും ഇരുന്ന് പലരും ഇപ്പോൾ വെളുപ്പിനെ 4 മണിയാണ്, പലരും പലയിടത്തും ഇരുന്ന് ഇത് വറുത്ത് കോരുന്നുണ്ട്. എല്ലാവരും ഊണും ഉറക്കമൊക്കെ ഇല്ലാതൊക്കെ ചെയ്യുകയാണ്. കാരണം നമ്മുടെ ഒരു സന്തോഷമാണ് ഇതൊക്കെ. അങ്ങനെ ഞങ്ങളിതെല്ലാം വറുത്ത് കോരി. പലരും നിങ്ങൾ കണ്ട ആ വീഡിയോയ്ക്കകത്ത് കണ്ട പലരുടെയും വീട്ടിലാണ് ഇത് വറുത്ത് കോരുന്നത്. അതിനകത്ത് ഇല്ലാത്ത 1-2 പേരുടെ വീട്ടിലും വറക്കുന്നുണ്ട് ഇത്. അപ്പോൾ ഇതൊക്കെ രസമായി. പ്രവാസ ലോകത്ത് ഇതൊക്കെ അല്ലേ ഒരു കൂട്ടായ്മയും സന്തോഷവും സ്നേഹവും എന്ന് പറഞ്ഞ് പരസ്പരമൊക്കെ പറ്റുന്ന കാര്യങ്ങളൊക്കെ പരസ്പരമൊക്കെ ചെയ്യാനും ഷെയർ ചെയ്യാനും ഇറങ്ങാനും ഒക്കെ നമ്മൾ പോവുകയും ഒക്കെ ചെയ്യണം. മറ്റുള്ളവരെ കരുതണം നമ്മൾ. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം റെഡിയാക്കി ഇനി പാക്ക് ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഷൈ സിമ്പിൾ കിച്ചനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, ബൈ. ഇനി അടിപൊളി ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം.